ബിഗ് ബോസ് നമ്മൾ സീസൺ 8-ൻ്റെ അപ്ഡേറ്റുകളിലേക്ക് പോകാം. സീസൺ 8 ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുരന്തം അവസ്ഥയിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഒരു അട്ടർ ഫ്ലോപ്പിലേക്ക് തന്നെ പോകാം. കണ്ടസ്റ്റൻസിന് പോലും എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക, ലവ് ട്രാക്ക് പിടിച്ച് അല്ലെങ്കിൽ ലവ് ട്രാക്ക് ഒരു കണ്ടന്റാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് ബ്രേക്കപ്പും കാര്യങ്ങളും ഒക്കെ പല കണ്ടസ്റ്റൻസിൻ്റെ പറഞ്ഞിരുന്നു. അത് വെച്ചതിപ്പം ബിഗ് ബോസിൻ്റെ ടീമും കൂടെ ഉൾപ്പെട്ട് അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആണോ അതോ ഒരു സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനുള്ളിൽ വന്നതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെയാവും, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ലവ് കണ്ടൻറ്റ് അതിനകത്തേക്ക് പോകണം. പലരും അതിനേക്കാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പല സീസണുകളിലും വന്ന് നമ്മുടെ പ്രേക്ഷകരൊക്കെ കണ്ട് മടുത്ത് അതിലെന്താണ് ജെനുവിൻ, എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പ്രേക്ഷകർക്കൊക്കെ ഒരു പരിധിവരെ അറിയാം. അതിനകത്തൊരു ജെനുവിനിറ്റിയും നാച്ചുറലായിട്ട് വരുന്ന സംഭവങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരത് ഒരിക്കലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ പോകുന്നില്ല. പുറകാൻ്റെ കൊണ്ട് തട്ടി തെറിപ്പിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് മോശമായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും സോഷ്യൽ മീഡിയകളിലും എല്ലാം ചർച്ചകളാകാൻ പോകുന്നത്. അപ്പം നിലവിൽ നമ്മുടെ വിശാലാണെന്നുണ്ടെങ്കിലും തഷികയാണെന്നുണ്ടെങ്കിലും ആ ഒരു കണ്ടന്റ് പിടിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ കുറച്ച് ക്യൂട്ട്നെസ്സും അത് കാണാനും ഒരു ഭംഗിയും അതിനൊരു ബ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്കൂൾ ടാസ്ക് ആണെന്നുണ്ടെങ്കിലും അതൊരു അറിയാതെ നടന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു. രാജാറാണി ടാസ്ക് വന്നപ്പോഴത്തേനും അവരത് അതിലും ഒരു അവസരം കിട്ടി. അപ്പോൾ അതൊരു കണ്ടിന്യൂ ചെയ്ത് വേറൊരു രീതിയിലേക്ക് എത്തിച്ച് ഭംഗിയാക്കി. അതുകൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ലവ് ട്രാക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കപ്പിൾ കോംബോ ഒക്കെ പിടിച്ച് പോയെങ്കിൽ കാണുന്നവർക്ക് അതിന് ഒരു ഭംഗിയുണ്ട്. പക്ഷേ അതിപ്പോൾ അവരത് പ്ലാൻ ചെയ്ത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകരത് അക്സെപ്റ്റ് ചെയ്യും, പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകും. അവരുടെ ആ ഒരു നെയിം ഒരു മീഡിയ ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ ആൾക്കാർക്കൊക്കെ അറിയാം. അതറിഞ്ഞവർ മാർക്കറ്റ് ചെയ്യുകയാണെന്നൊക്കെ ഓപ്പണായിട്ട് ലൈവിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ട് വിശാലും അതുപോലെ തന്നെ തർഷികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന പ്രേക്ഷകരെല്ലാം പൊട്ടന്മാരല്ലല്ലോ. നിങ്ങൾ ജെനുവിനായിട്ട് അവിടെ നിൽക്കുക. ഇതൊരു സീരിയലോ സിനിമയോ അല്ല, ഒരു സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി നിങ്ങളിങ്ങനെ ഒരു കപ്പിളാണ് അല്ലെന്നുണ്ടെങ്കിൽ ലവ് ട്രാക്ക് സൃഷ്ടിച്ച് മുന്നോട്ട് പോയി നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് റിയാലിറ്റി ഗെയിം ഷോ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങളായിട്ട് നിന്ന് നിങ്ങളുടെ പ്രവർത്തികളും ഗെയിമിൽ കാണിക്കുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നോക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകർ നിങ്ങളെ വിലയിരുത്തുന്നത്. ശരിക്കും മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു വിശാൽ. അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റും ഗെയിമുകളാണെന്നുണ്ടെങ്കിൽ എവിടെയും ആക്റ്റീവായി നിന്നിരുന്ന ഒരു വിശാൽ ഇപ്പോൾ ആ ഒരു ലവ് ട്രാക്ക് പിടിച്ച് പ്രേക്ഷകരെ എല്ലാം വെറുപ്പ് നേടിക്കൊണ്ടിരിക്കുകയാണ്. തർഷികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 ആഴ്ചയിൽ കുറച്ച് മാസമായിട്ട് മുൻപന്തിയിലേക്ക് വന്ന് ഗെയിമുകളിലും ടാസ്കുകളിൽ വന്നാൽ നിന്നതിന് ശേഷം ക്യാപ്റ്റൻസിയും കഴിഞ്ഞതിന് ശേഷം 2-3 ആഴ്ചകൾക്ക് ശേഷം തർഷികയെ ആ ഒരു എന്താ പറയുന്നത് ഗ്രൗണ്ടിലേക്ക് കാണാനില്ലെന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഫീൽഡിലില്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്കുകളിലും ഇല്ല, മൊത്തത്തിൽ ഒന്നിലും ഇല്ല. അതിനിടയിലാണ് ഇതുപോലെയുള്ള ലവ് ട്രാക്കും പിടിച്ച് അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് പോകുന്നു. അതിൽ തർഷിക്ക് ശരിക്കായിട്ടും ഒരു ക്രഷ് വിശാലിനോടുണ്ടോ എന്ന് പോലും സംശയം തോന്നിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതോ ഇത് പ്രീ പ്ലാൻഡ് ആണോ, അതോ ഇടയിൽ വെച്ച് ചെറിയ സ്ക്രിപ്റ്റുകൾ പറഞ്ഞു കൊടുത്ത് ഇതുപോലെ പ്രവർത്തിക്കണമെന്ന് ബിഗ് ബോസിൻ്റെ ടീം തന്നെ പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ എന്താണെന്നുണ്ടെങ്കിലും പ്രേക്ഷകർക്കത് വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് പല ചർച്ചകളിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ട് കണ്ടന്റ് ഉണ്ടാക്കി പ്രേക്ഷകരെ എന്തോ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിക്കും അവർക്ക് തന്നെ ഒരു തിരിച്ചടിയാകുന്നുണ്ട്. വിശാലൊക്കെ നല്ല ടോപ്പിൽ വോട്ടിംഗ് ലിസ്റ്റിലൊക്കെ നിന്നിരുന്ന വിശാലൊക്കെ ഇപ്പോൾ പുറകോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരുടെ എണ്ണം തന്നെ കുറയാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ ഫൈനൽ ലിസ്റ്റായി കാണേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് നമ്മുടെ വിശാലൊക്കെ. ചിലപ്പോൾ ഫൈനൽ ലിസ്റ്റിൽ പോലും ഇല്ലാതെ പുറത്തേക്ക് പോയേക്കാം. ഇപ്പം ലൈവ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തെ എപ്പിസോഡാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കണ്ടൻറ്റുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പിസോഡിൽ വന്ന് കഴിയുമ്പോൾ തീർത്തും വെറുപ്പിക്കത്തില്ല. പല പോർഷൻസുകളായി കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകരെല്ലാം കുറച്ചുകൂടി ഇമ്പ്രസീവായിട്ട് നോക്കിക്കാണും. പക്ഷേ അതും കൂടുതലായി കഴിയുമ്പോൾ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ഇത് അറിഞ്ഞുകൊണ്ട് കാണിക്കുമ്പോൾ അവരും കൂടെ അറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വേണം നമുക്കും നോക്കിക്കാണാൻ. എന്തായാലും നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകും. പ്രേക്ഷകർക്ക് എന്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ക്രിഞ്ച് അടിപ്പിക്കുന്നുണ്ട്. ക്രിഞ്ച് ഒരു സൈഡിൽ നിർത്തിയാൽ പോലും വെറുപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. ക്രിഞ്ചൊക്കെ ഒരു പരിധി വരെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ. അതൊക്കെ എല്ലാ സീസണുകളിലും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. ഇത് അതിനുമപ്പുറം അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അറിയാതെ വരുന്നതോ ഒന്നും അല്ല, അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് കണ്ടൻറ്റുകൾ ഉണ്ടാക്കി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ട് തരികയാണ്. ഇതിങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന. ആർക്ക് വേണ്ടിയിട്ട്? നമുക്കിതൊന്നും കാണാനല്ല ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ബിഗ് ബോസ് കാണുന്നത്. എന്തായാലും ഇതിൻ്റെ ക്രിയേറ്റീവ് ടീമിനും കണ്ടൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാവണം ഇത് തന്നെ എടുത്ത് വീണ്ടും വീണ്ടും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും
എന്തായാലും വളരെ ദുരന്തം അവസ്ഥയെന്ന് തന്നെ പറയാം ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റേതെന്ന് പറയുന്നത്. പലരും ഇങ്ങനെ ഒരു കണ്ടന്റിന് വേണ്ടി ശ്രമിച്ചു. നമ്മുടെ റാണം അതുപോലെ തന്നെ പവിത്ര ആ ഒരു കോംബോയ്ക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ആദ്യം തന്നെ അത് ചീറ്റിപ്പോയി. മറ്റ് ഉള്ള കണ്ടന്റുകളൊന്നും പ്രേക്ഷകരുടേതായ ഒരു ക്രിയേറ്റിവിറ്റിയിൽ പല കോംബോകളും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. പക്ഷെ അതിലും ഒന്നും വിജയിച്ചില്ല. അവരും അതിൽ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അവരും പല രീതിയിലേക്ക് പോയി. ഇപ്പോൾ ഈ ഒരു കോംബോയാണ് തർഷിക വിശാൽ കോംബോയാണ് ചെറിയ രീതിയിലെങ്കിലും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു. ക്യൂട്ടാണ്, കുറച്ചൊക്കെ ക്രിഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ക്യൂട്ടായിരുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തീർത്തും വെറുപ്പിക്കുന്ന സംഭാഷണങ്ങളിലേക്കും പ്രവൃത്തികളിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. അതും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആകും. ആവശ്യമുള്ള സമയത്ത് അത് കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും അമൃതാണെങ്കിലും അധികമായാൽ വിഷമെന്ന് പറയുന്നത് പോലെ ഈ സംഭവങ്ങൾ കൂടിപ്പോയി കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർക്കും അതിനോടൊരു വെറുപ്പ് തോന്നും. ഇവരൊരു ആപ്റ്റായിട്ടുള്ള ഒരു സമയത്ത് അവർക്ക് അതിനനുസരിച്ചുള്ള ടാസ്കുകളോ കാര്യങ്ങളോ കിട്ടുമ്പോൾ അങ്ങനെ ഒരു കണ്ടന്റുമായി വന്നു കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആകും. എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകും. ഇങ്ങനെ പോയിക്കൊണ്ട് കഴിഞ്ഞാൽ പ്രേക്ഷകരൊക്കെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുമെന്നും. അപ്പം എന്തായാലും കാണുന്ന പ്രേക്ഷകരൊക്കെ ഒന്ന് പറയുക, കമൻറ്റിൽ അറിയിക്കുക. ഈ ഒരു കണ്ടന്റ് ഇങ്ങനെ ഒരു ലവ് ട്രാക്കും പിടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശാലാണെങ്കിലും തർഷികയാണെങ്കിലും രക്ഷപ്പെടുവോ, മുന്നോട്ട് പോകുമോ എന്നൊക്കെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.